അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വെൽത്ത് വൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ സാധാരണക്കാർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിനായി തീർച്ചയായും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റോക്ക് എന്ന് നമ്മൾ നോക്കിയാൽ, അതായത് ഒരു കമ്പനിയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് വാങ്ങാൻ കഴിയുന്നതായി സങ്കല്പിക്കുക. അതായത് നമുക്ക് യഥാർത്ഥത്തിൽ ടാറ്റ, ഇൻഫോസിസ്, റിലയൻസ് അതുപോലെയുള്ള കമ്പനികളുടെ ഒരു ഭാഗം സ്വന്തമാക്കാം. ഇതിനെ നമ്മൾ അവരുടെ ഓഹരികൾ നമുക്ക് സ്വന്തമാക്കാം. ഈ ഓഹരിയെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക്. അങ്ങനെ നമുക്ക് ഇതുപോലെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ആ സ്ഥലത്തെ പറയുന്ന പേരാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത്. ഇവിടെ കമ്പനികൾ അവരവരുടെ ഓഹരികൾ വിൽക്കുന്നു, അതായത് അവരുടെ ബിസിനസ്സിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ. നിങ്ങളെയും എന്നെയും പോലെ ഇതാർക്കും ഈ സ്റ്റോക്കുകൾ വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം എന്തിനാണ് ഈ കമ്പനികൾ അവരുടെ ഓഹരികൾ ഇങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു കമ്പനി വളരാൻ ഇപ്പോൾ ആ കമ്പനിയുടെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമായ അദ്ദേഹത്തിന് അതിനുള്ള ശേഷിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉടമസ്ഥതയിലുള്ള അയാളുടെ ഓഹരികൾ പുറത്തുള്ള പബ്ലിക്കിന് വിൽക്കാവുന്നതാണ്. ഇതുവഴി അദ്ദേഹത്തിന് ആവശ്യമായ പണം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനിയുടെ മൂല്യം 1000 ആണെന്ന് കരുതുക. അതിന് നമ്മളൊരു 10 ഓഹരിയായിട്ട് കൺവേർട്ട് ചെയ്താൽ ഏകദേശം ഒരു ഓഹരിക്ക് 100 രൂപയുടെ മൂല്യം കാണും. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഓഹരി പുറത്ത് വിറ്റിട്ട് ആ കമ്പനി വളർന്നു, അതായത് കൂടുതൽ ഫാക്ടറികൾ പണിതു, അല്ലെങ്കിൽ പുതിയ ഉൽപ്പാദനം തുടങ്ങി, അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നം എന്തെങ്കിലും പുറത്തിറക്കി എന്ന് കരുതുക. ആ കമ്പനിയുടെ മൂല്യം വളരെയധികം കൂടിയെന്നും വിചാരിക്കുക. അതായത് 1000 എന്നുള്ള മൂല്യം അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ 10,000 അല്ലെങ്കിൽ 1,00,000 എന്ന് വിചാരിക്കുക. അപ്പോഴും 10 ഓഹരികൾ വിറ്റിരിക്കുന്നത് നമ്മുടെ മേടിച്ചത് ഇപ്പോൾ ഒരാൾ ഒരു ഓഹരി 100 രൂപയ്ക്കാണെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ മൂല്യം ഏകദേശം 1,00,000. അതായത് 10 ഓഹരി നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഓഹരിക്ക് തന്നെ 10,000 രൂപ വില മതിക്കും, അതായത് 100 ഇരട്ടി വളർച്ച. അപ്പോൾ ബേസിക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്കിത് സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം 2 വഴികളാണ് ഉള്ളത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ കമ്പനി വളരുകയാണെങ്കിൽ നമ്മുടെ ഓഹരി വില വർദ്ധിക്കും. ആ സമയത്ത് നമ്മൾ ചെറിയ വിലയ്ക്ക് മേടിച്ച ഓഹരികൾ നമുക്ക് കമ്പനി വളരുന്നതനുസരിച്ച് വലിയ വിലയാകുകയാണെങ്കിൽ നമുക്കപ്പോൾ വിറ്റ് നമുക്ക് അതിൽ നിന്ന് ലാഭം നേടാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വഴി എന്തെന്നാൽ, ചില കമ്പനികൾ അവരുടെ ലാഭത്തിൻ്റെ ഒരു വിധം നിങ്ങൾക്ക് നൽകും, അതായത് അതിന് പറയുന്ന പേരാണ് ഡിവിഡൻറ്റുകൾ. അപ്പോൾ നമ്മൾ ഇതെല്ലാം എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ മെയിനായിട്ട് 2 ഇത് നടക്കുന്നത്. അതായത് BSE, NSE. BSE എന്നുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതിൻ്റെ ചുരുക്കനാമമാണ്. ഇപ്പോൾ NSE നോക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. 2 ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് മുംബൈയിലാണ്. നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഓഹരി വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് ഇവിടെ ചെല്ലേണ്ട കാര്യമില്ല. നമുക്കിതൊരു മൊബൈൽ വഴി അല്ലെ ഏതെങ്കിലും ബ്രോക്കർ വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളെ സഹായിക്കുന്ന പല ആപ്പുകളാണ് ഈ സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ്, ഗ്രോ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇത് അപകടകരമാണോ എന്ന് നോക്കിയാൽ അതെ, ഇതിൽ റിസ്ക് ഉണ്ട്. വിലകൾ എപ്പോഴും കൂടുകയും കുറയുകയും ചെയ്യും. അതിനാൽ നമ്മൾ ഇത് നിക്ഷേപിക്കുന്നതിന് മുമ്പ് കൂടുതൽ അറിവ് നേടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നടക്കുന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജസ്റ്റ് ന്യൂസുകളും അല്ലെങ്കിൽ ഈ കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഉചിതം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കരുതിയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിജയം ഇതിൽ നേടാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.